ചെമ്പനീർ പൂവിൻ്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന രേവതിക്ക് വലിയൊരു ആപത്ത് സംഭവിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട് സച്ചിയും രവീന്ദ്രനും ലക്ഷ്മിയും ഒക്കെ ഹോസ്പിറ്റലിലേക്ക് ഓടി വരുന്നതും നമ്മുടെ രേവതിക്ക് ഓപ്പറേഷൻ കഴിയുന്നതും ഒക്കെയാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീട്ടിലിപ്പോൾ പൊതുവെയുള്ള ചർച്ചാ വിഷയം എന്ന് പറയുന്നത് റൂമിനെ പറ്റി തന്നെയാണ്. രേവതിക്കും സച്ചിക്കും മാത്രം റൂമില്ല, ബാക്കിയുള്ളവരെല്ലാവരും റൂമിൽ കിടന്ന് ഉറങ്ങുന്നു. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും വീട്ടിൽ നിരന്തരം നടക്കുന്നുണ്ട്. സുധിയാണെങ്കിൽ ഒട്ടും വിട്ടുവീഴ്ച കാണിക്കുന്നില്ല. സുധി പറയുന്നുണ്ട്, ഞാൻ ഓഫീസിലും പോയി ബിസിനസ് നടത്തി ഇതെല്ലാം ചെയ്തു വരുമ്പോഴത്തേക്കും ഞാൻ ആകെ ടയേർഡാണ്. എനിക്കാണെങ്കിൽ റൂമില്ലാതെ, എനിക്ക് കട്ടിലില്ലാതെ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല അമ്മേ എന്നൊക്കെ ചന്ദ്രയോട് പറയുമ്പോൾ വളരെ സഹതാപത്തോടു കൂടിയാണ് ചന്ദ്രയുടെ കൂടെ ഇതിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നത്. ആ സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട്, ശരിയാണ് രവിയേട്ടാ, സുധിക്കാണെങ്കിൽ ഇത്രയും വലിയ ബിസിനസ്സൊക്കെ ചെയ്യുന്നതുകൊണ്ട് അവന് ഉറക്കം നന്നായാലേ പറ്റുള്ളൂ രവിയേട്ട. അതുകൊണ്ട് അവന് റൂമില്ലാതെ പറ്റില്ല. അവനും ശ്രുതിക്കും ഒരു റൂം എന്തായാലും വേണം. അതുപോലെ തന്നെയാണ് വർഷയും വലിയ കുടുംബത്തിൽ നിന്ന് വന്നതല്ലേ. അവിടെ AC ഒക്കെ ഉണ്ടായിട്ട് നമ്മുടെ വീട്ടിൽ വന്ന് ഇത്രയും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ താമസിക്കുമ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് റൂമില്ല എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കട്ടിലില്ലാതെ അവൾ താഴെ കിടത്തുന്നത് ശരിയാണോ രവിയേട്ട? അതുകൊണ്ട് വർഷയ്ക്കും ശ്രീകാന്തിനും എന്തായാലും ആ റൂം ഒഴിഞ്ഞു കൊടുക്കാനും പറ്റൂല എന്ന് ചന്ദ്ര രവീന്ദ്രനോട് പറയുന്നുണ്ട്. അപ്പോൾ പൊതുവേ ഇവിടെ റൂമില്ലാത്തത് സച്ചിക്കും രേവതിക്കും ആണല്ലോ. അപ്പോൾ സച്ചിക്ക് വളരെയധികം ദേഷ്യം വരുന്നുണ്ട്. സച്ചി പറയുന്നുണ്ട്, ബാക്കി എല്ലാവരും ജോലി ചെയ്യുന്നുണ്ടെങ്കിലും എൻ്റെ ഭാര്യ എന്താ ജോലി ചെയ്യുന്നില്ലേ? 24 മണിക്കൂർ നിങ്ങൾക്കൊക്കെ വച്ച് വിളമ്പി തരികയും അവൾ പൂവെട്ടുന്ന ജോലിയും ചെയ്യുന്ന ക്ഷീണിച്ചാണ് വീട്ടിൽ നിൽക്കുന്നത്. അപ്പോൾ അവൾക്ക് കിടക്കാൻ ഒരു റൂം വേണ്ടേ? ഇപ്പോൾ 2-3 ദിവസമായിട്ട് രേവതിക്ക് ഒട്ടും സുഖമില്ല. അപ്പോൾ അവൾ എങ്ങനെയാണ് ഈ വീട്ടിൽ താമസിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്ക് ബാക്കി കോടീശ്വരായ 2 മക്കളെ മാത്രം അന്വേഷിച്ചാൽ മതിയല്ലോ. ബാക്കിയുള്ളവർ എങ്ങനെ ഈ വീട്ടിൽ താമസിക്കുന്നു എന്ന് നിങ്ങൾക്കറിയേണ്ട ആവശ്യമില്ല. പണത്തിന് മാത്രം വില നൽകുന്ന ഒരു സ്ത്രീയല്ലേ നിങ്ങൾ. അതുകൊണ്ട് നിങ്ങളുടെ വാക്കിന് ഞാൻ അത്ര വിലയെ കൽപ്പിക്കുന്നുള്ളൂ. അപ്പോൾ അതായത് രവീന്ദ്രനും ഭയങ്കര സങ്കടമാവുന്നുണ്ട്, നമ്മുടെ സച്ചിക്കും രേവതിക്കും മാത്രം റൂമില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ രവീന്ദ്രൻ പലതും മനസ്സിൽ കണക്ക് കൂട്ടുന്നുണ്ട്, എങ്ങനെയെങ്കിലും അവർക്കൊരു റൂം ഉണ്ടാക്കി കൊടുക്കണമെന്നൊക്കെ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ രേവതിയുടെ സഹോദരനായ ശരത്തിൻ്റെ ബർത്ത്ഡേക്ക് വിളിക്കുന്നതിന് വേണ്ടിയിട്ട് ശരത്ത് വീട്ടിലോട്ട് വരുന്നത്. ശരത്ത് വീട്ടിലോട്ട് വരുന്ന സമയത്ത് രേവതി മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. സച്ചിക്ക് മറ്റൊരു കാർ ഓട്ടം ഉണ്ടായിരുന്നത് കൊണ്ട് എന്തായാലും ശരത്തും സച്ചിയും തമ്മിൽ കണ്ടുമുട്ടിയില്ല. അപ്പോൾ ശരത്ത് പറയുന്നുണ്ട്, രേവതി ചേച്ചി എൻ്റെ ബർത്ത്ഡേ ആണ്, എന്തായാലും ചേച്ചി വീട്ടിലോട്ട് വരുമല്ലോ വൈകുന്നേരം എന്നൊക്കെ പറഞ്ഞിട്ട് ശരത്ത് വീട്ടിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ രേവതി അങ്ങനെ തീരുമാനം എടുക്കുന്നുണ്ട്, ശരി വൈകുന്നേരം സച്ചിയേട്ടനുമായിട്ട് ശരത്തിന് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിക്കൊണ്ട് കൊടുക്കാമെന്നൊക്കെ. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മുടെ സച്ചി കാർ ഓട്ടോ ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് വരുന്നുണ്ട്. സച്ചിക്ക് ഒരു ചായയൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ രേവതി. എന്നിട്ട് എന്തോ പറയാനുള്ളത് പോലെ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ തന്നെ സച്ചിക്ക് മനസ്സിലായി, എന്താ രേവതി നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ അത് എന്നിങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോൾ നമ്മുടെ സച്ചി പറയുന്നുണ്ട്, എന്താ രേവതി നിനക്ക് എന്തായാലും എന്നോട് പറഞ്ഞൂടെ, എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അമ്മ നിന്നെ എന്തെങ്കിലും വഴക്ക് പറഞ്ഞോ? അതോ പാർലറേറ്റത്തിൽ നിനക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും സംസാരിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ രേവതി പറയുന്നുണ്ടോ, അങ്ങനെയൊന്നും ഇല്ല സച്ചിയേട്ടാ, അത് ഞാൻ പറയാൻ വന്നത് നമ്മുടെ ശരത്തിൻ്റെ ബർത്ത്ഡേ ആണെന്ന്. അപ്പോൾ അവന് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിക്കൊണ്ട് അവനെ ഒന്ന് കാണാൻ പോണ്ടേ സച്ചിയേട്ടാ? അപ്പോൾ അമ്മയ്ക്കും ദേവൂനും ഒക്കെ ഒരു സന്തോഷമാവുമല്ലോ. അവർക്കൊരു തുണയായിട്ട് ഉള്ളത് അവൻ മാത്രമല്ലേ ഉള്ളൂ സച്ചിയേട്ടാ. അപ്പോൾ നമ്മൾ അവനോട് പിണങ്ങിയിരുന്നാൽ എങ്ങനെയാ എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, ഞാൻ വരില്ല രേവതി, എനിക്ക് എൻ്റെ ആവശ്യമില്ല. നിൻ്റെ അനിയനോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു ആ ആൻ്റണിയുമായിട്ട് നീ കൂട്ടുകൂടരുതെന്നൊക്കെ. അവൻ എൻ്റെ വാക്കിന് ഒരു വില പോലും കൽപ്പിച്ചില്ല. തിരിച്ചു അവൻ ആൻ്റണിയുടെ കൂടെ തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. അന്ന് നിന്നെ കാണാഞ്ഞിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് കൊടുക്കുന്ന സമയത്ത് അവൻ ചെയ്തത് എന്താണെന്ന് നിനക്കറിയാമല്ലോ. ശരത്ത് പോയിട്ട് ഞാനാണ് നിന്നെ ഇല്ലാതാക്കിയത്, ഞാനാണ് നിന്നെ കാണാതായതിന് മുമ്പിലുള്ളത് എന്നൊക്കെയാണ് പോലീസിനോട് പറഞ്ഞത്. എനിക്കറിയാം അവൻ അതൊന്നും സ്വയമേ ചെയ്തതല്ല, ആ ആൻ്റണി അവനാണ് ഇവനെ ഇളക്കി വിടുന്നത് എന്നൊക്കെ, നമ്മുടെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് രേവതി വീണ്ടും പറയുന്നുണ്ട്, പോട്ടെ സച്ചിയേട്ടാ, അതൊക്കെ നമുക്കറിയാമല്ലോ, അവൻ അങ്ങനെ മനഃപൂർവ്വം ചെയ്യുന്നതല്ല, ആൻ്റണി അവനെ തിരികൊടുത്ത് വിടുന്നതാ എന്നൊക്കെ പറയുന്ന സമയത്ത് സച്ചി പറയുന്നുണ്ട്, എന്തായാലും രേവതി ഞാൻ വരില്ല, നിനക്ക് വേണമെങ്കിൽ നീ എന്തെങ്കിലും അവന് വാങ്ങിക്കൊണ്ട് പോയിക്കോ എന്ന് പറയുമ്പോൾ രേവതിക്ക് മനസ്സോടെയാണെങ്കിലും നമ്മുടെ ലക്ഷ്മിയെയും സഹോദരിയെയും പിണക്കണ്ട എന്ന് വിചാരിച്ചിട്ട്, അവർക്ക് സങ്കടം വരണ്ട എന്ന് വിചാരിച്ചിട്ട് രേവതി നമ്മുടെ ശരത്തിന് ഒരു ഷർട്ടൊക്കെ ആയിട്ട് വൈകുന്നേരം വീട്ടിലേക്ക് പോവുകയാണ്.
അവിടെ ചെന്ന് കയറിയ ഉടനെ തന്നെ ലക്ഷ്മി ചോദിക്കുന്നുണ്ട്, എന്തേ മോളെ സച്ചി വന്നില്ലേ? സച്ചിക്ക് നമ്മുടെ ശരത്തിനോടുള്ള പിണക്കം ഇതുവരെ മാറിയില്ലേ മോളെ എന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട്, അയ്യോ അല്ല അമ്മേ, സച്ചിയേട്ടന് വലിയ ദൂരെ ഒരു ഓട്ടോ ഉണ്ട്, അത് കിട്ടിയത് കൊണ്ട് കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് സച്ചിയേട്ടൻ പോയത് എന്ന് പറയുമ്പോൾ നമ്മുടെ ലക്ഷ്മിക്ക് കാര്യമൊക്കെ പിടികിട്ടുന്നുണ്ട്. നീ നുണയെ പറയുകയാണല്ലേ രേവതി? പോട്ടെ സാരമില്ല, നീ വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് രേവതി അകത്തോട്ട് ക്ഷണിക്കുകയാണ്. അപ്പോൾ രേവതി നമ്മുടെ ശരത്തിന് ഗിഫ്റ്റൊക്കെ കൊടുത്തതിന് ശേഷം ശരത്തിനോട് പറയുന്നുണ്ട്, നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുള്ളതാ ശരത്തെ ആ ആൻ്റണിയോട് കൂടരുത് എന്നൊക്കെ. ആൻ്റണി അവൻ നിന്നെ വഴി തെറ്റിക്കാൻ വേണ്ടി നടക്കുന്നതാടാ. നിനക്കത് എന്താ ഇത്രയും നാളായിട്ട് മനസ്സിലാവാത്തത്? നിന്നെ കോളേജിൽ അയക്കുന്നത് പഠിക്കാനല്ലേ ശരത്തെ? നീ ഇങ്ങനെ ആൻ്റണിയുടെ പിറകെ നടന്നാൽ നിൻ്റെ പഠിത്തം എങ്ങനെ നടക്കും? നിനക്കൊരു ജോലി ഉണ്ടാവണ്ടേ? ആ ഒരു ജോലി കിട്ടിയാലല്ലേ നമ്മുടെ കുടുംബം രക്ഷപ്പെടുകയുള്ളൂ. അമ്മ എത്ര നാൾ ഇനിയും കഷ്ടപ്പെടും? അമ്മ നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ഇത്രയും നാളും കഷ്ടപ്പെട്ടത്? ഇനി അമ്മയ്ക്കൊരു റെസ്റ്റൊക്കെ കൊടുക്കണ്ടേ ശരത്തെ? അതിന് വേണ്ടിയിട്ട് നീ നന്നായിട്ട് പഠിക്ക്, നീ ആൻ്റണിയുടെ കൂടെയുള്ള കൂട്ട് അവസാനിപ്പിക്കുക എന്നൊക്കെ ശരത്തിനോട് രേവതി ഇങ്ങനെ ഭയങ്കര താഴ്ന്ന് അപേക്ഷിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശരത്ത് പറയുന്നുണ്ട്, രേവതി ചേച്ചി ഞാനിപ്പോൾ ആൻ്റണി ഏട്ടൻ്റെ കൂടെ അങ്ങനെ നടക്കുന്നൊന്നുമില്ല. ആൻ്റണി ഏട്ടൻ നല്ലവനാ രേവതി ചേച്ചി, എന്നെ ഇത്രയും സഹായിച്ചില്ലേ, അല്ലാതെ വേറെ ദോഷമുള്ള കാര്യങ്ങളൊന്നും ആൻ്റണി ഏട്ടൻ ചെയ്യില്ല എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ രേവതി തിരിച്ച് ശരത്തിനോട് പറയുന്നുണ്ട്, നീ എന്താടാ ശരത്തെ ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കുന്നത്? എത്ര നാളായി അവൻ നമ്മുടെ പിന്നിൽ നടന്ന് അവൻ നമ്മുടെ ശല്യപ്പെടുത്തുന്നതെന്ന് നിനക്കറിയാമോ? നിൻ്റെ പഠിത്തം പോലും അവൻ ഇല്ലാതാക്കും. നിന്നെക്കൊണ്ട് അവന് മറ്റുദ്ദേശങ്ങളാണുള്ളത്. എന്നെയും സച്ചിയേട്ടനെയും തമ്മിൽ പിരിക്കണം, നമുക്കിടയിൽ എന്തെങ്കിലും ഒരു അകൽച്ച ഉണ്ടാക്കണം എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശം മാത്രമേ ആ ആൻ്റണിക്കുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നിന്നെ അവൻ കൂടെ കൂട്ടിയിരിക്കുന്നത്, അല്ലാതെ നിന്നെ ഇഷ്ടമുണ്ടെന്ന് വിചാരിച്ചിട്ടല്ല ശരത്തെ. നിനക്കറിയാലോ അന്ന് എന്നെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് സച്ചിയേട്ടൻ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ നീ ആരുടെ വാക്ക് കേട്ടിട്ടാണ് സച്ചിയേട്ടനെതിരെ പരാതി കൊടുക്കാൻ വേണ്ടി വന്നത്? അതെല്ലാം നമുക്കറിയാം. നീ ആൻ്റണി പറഞ്ഞത് കേട്ടിട്ടല്ലേ വന്നത്? അതുപോലെ എത്രയോ കഥകൾ. അന്ന് സച്ചിയേട്ടൻ കുടിക്കാതിരുന്നിട്ട് സച്ചിയേട്ടൻ കുടിച്ചെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതും ആൻ്റണിയാണ്. ഇതെല്ലാം അവൻ ചെയ്തിട്ടും നീ വീണ്ടും എന്തിനാ ശരത്തെ അവൻ്റെ പുറകെ നടക്കുന്നത്? നീ ഇന്ന് എന്നോട് സത്യം ചെയ്യണം, ഇനി ഒരിക്കലും ആൻ്റണിയുമായിട്ട് നീ കൂട്ടുകൂടില്ല, നീ ഇനി നന്നായിട്ട് കോളേജിൽ പോയി പഠിച്ചൊരു ജോലി വാങ്ങിക്കുമെന്ന്. അപ്പോൾ നമ്മുടെ ശരത്ത് തിരിച്ച് രേവതിയോട് പറയുന്നുണ്ട്, ഇല്ല രേവതി ചേച്ചി, ഞാൻ സച്ചിയേട്ടന് ഇനി ദ്രോഹിക്കുന്ന തരത്തിൽ ഒന്നും ചെയ്യില്ല. എനിക്കറിയാം സച്ചിയേട്ടൻ വളരെ നല്ല മനുഷ്യനാണെന്ന്. എന്നെ എത്രയോ തവണ സച്ചിയേട്ടൻ സഹായിച്ചിരിക്കുന്നു. ഞാൻ ചെയ്ത പല കള്ളങ്ങൾ പോലും സച്ചിയേട്ടൻ പുറത്ത് ഇതുവരെയും പറഞ്ഞിട്ടില്ല. അതെൻ്റെ നന്മയെ ഉദ്ദേശിച്ചാണ്. ഇനി ഞാൻ ആൻ്റണി ചേട്ടനുമായിട്ട് അങ്ങനെ കൂട്ടുകൂടില്ല രേവതി ചേച്ചി, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ നമ്മുടെ ശരത്ത് രേവതിയോട് പറയുന്നുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമ്മുടെ രേവതിക്കും ലക്ഷ്മിക്കും ഒക്കെ ഭയങ്കര സന്തോഷമാവുകയാണ്. അങ്ങനെ വീട്ടിലെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം രേവതി തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് നമ്മുടെ ആൻ്റണിയെ കാണുകയാണ്. ആൻ്റണിയെ കാണുന്നതും രേവതിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ രേവതിയുടെ അടുത്ത് ആൻ്റണി ചോദിക്കുന്നുണ്ട്, രേവതി ചേച്ചി എവിടെ പോയിട്ട് വരിക? ഇന്ന് നമ്മുടെ ശരത്തിൻ്റെ ബർത്ത്ഡേ ആണല്ലേ, അതിന് പരിപാടി ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കും അല്ലേ രേവതി ചേച്ചി എന്നൊക്കെ ചോദിക്കുമ്പോൾ രേവതിക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. രേവതി പറയുന്നുണ്ട്, നിനക്ക് എന്താ എൻ്റെ അനിയൻ്റെ ബർത്ത്ഡേ ആയിരുന്നാൽ നീ എന്തിനാ അതിനെപ്പറ്റിയൊക്കെ അന്വേഷിക്കുന്നത്? നീ നിൻ്റെ കാര്യം നോക്ക് ആൻ്റണി, ഇനി മേലാൽ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കരുത്. നീ ഇനി എന്തെങ്കിലും ശരത്തിനെ വെച്ച് നീ കളിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് സച്ചിയേട്ടൻ അറിഞ്ഞാൽ ഒരിക്കലും നിന്നോട് പൊറുക്കില്ല. നിൻ്റെ കൈയും കാലും അടിച്ചായിരിക്കും ഇനി സച്ചിയേട്ടൻ ഇടാൻ പോകുന്നത്. അതുകൊണ്ട് നീ നിൻ്റെ കാര്യം നോക്ക്, വഴിയിൽ നിന്ന് മാറ് എന്നൊക്കെ പറയുമ്പോൾ ആൻ്റണിക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിലും അത് മുഖത്തങ്ങനെ കാണിക്കുന്നില്ല. അപ്പോൾ ആൻ്റണി പറയുന്നുണ്ട്, എന്താ രേവതി ചേച്ചി എന്നോടിങ്ങനെ? ഞാൻ നിങ്ങൾക്കൊന്നും ദോഷം വരുന്ന കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ശരത്തിനെ ഞാൻ എൻ്റെ അനിയനെ പോലെയല്ലേ രേവതി ചേച്ചി കാണുന്നത് എന്നൊക്കെ പറയുമ്പോൾ രേവതി പറയുന്നുണ്ട്, ഇനി മേലാൽ നീ ശരത്തിനെ കാണരുത്. അവനൊരു ജീവിതമുണ്ട്, നിൻ്റെ കൂടെ കൂടിയിട്ട് നശിപ്പിക്കാനുള്ളതല്ല അവൻ്റെ ജീവിതം എന്ന് പറഞ്ഞ് രേവതി അങ്ങ് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ആ സമയത്ത് നമ്മുടെ ശരത്ത് ആൻ്റണിയെ കാണാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ശരത്ത് പറയുന്നുണ്ട്, ആൻ്റണി ചേട്ടാ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, അത് രേവതി ചേച്ചി ഒക്കെ വന്നിരുന്നു എന്ന്. അപ്പോൾ ആൻ്റണി തിരിച്ച് ചോദിക്കുന്നുണ്ട്, എന്തേ ശരത്തെ നിൻ്റെ അളിയൻ വന്നില്ലേ ഇതുവരെ? ഇപ്പോഴും നിൻ്റെ അളിയന് നിന്നോട് പിണക്കമാണോ ഉള്ളത് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരത്ത് ആൻ്റണിയോട് പറയുന്നുണ്ട്, അത് വിട ആൻ്റണി ചേട്ടാ, ഇപ്പോൾ ഞാൻ അവരുമായിട്ട് ഒരു ദേഷ്യവും മനസ്സിൽ വച്ചിട്ടില്ല.
സച്ചിയേട്ടൻ എത്രയോ നല്ല മനുഷ്യനാണ്, അയാളുടെ മനസ്സിൽ ഒരു കളങ്കവും ഇല്ലാത്തതാണ്. സച്ചിയേട്ടൻ്റെ മനസ്സിൽ ഒന്നും നിൽക്കില്ലരേ ആൻ്റണി ചേട്ടാ. സച്ചിയേട്ടന് എന്ത് തോന്നുന്നു അത് ഉടനെ ചെയ്യും. അല്ലാതെ മനസ്സിലൊന്ന് വെച്ചിട്ട് മറ്റൊരാളോട് വേറൊരു സ്വഭാവം കാണിക്കാൻ സച്ചിയേട്ടൻ അറിയില്ല. ഞാൻ എങ്ങനെയെങ്കിലും നന്നായി കാണണം, അമ്മയ്ക്കും ദേവുവിനും ഒക്കെ ഒരു നല്ല ജീവിതം ഉണ്ടാവണമെന്ന് കരുതിയിട്ട് സച്ചിയേട്ടൻ എന്നോട് ഈ ദേഷ്യപ്പെടുന്നതൊക്കെ. കോളേജിൽ പോയി പഠിക്കണമെന്നൊക്കെ ഞാൻ എത്രയോ കള്ളത്തരം ചെയ്തിട്ടും അന്ന് സച്ചിയേട്ടൻ്റെ ബൈക്ക് മോഷ്ടിച്ചിട്ട് പോലും സച്ചിയേട്ടൻ ഈ കാര്യം ആരോടും പറഞ്ഞിട്ടില്ല. സച്ചിയേട്ടൻ്റെ അമ്മയുടെ മാല അന്ന് നമ്മൾ രണ്ടുപേരും ചേർന്ന് മോഷ്ടിച്ച് പോലും സച്ചിയേട്ടൻ ഈ വിവരമൊന്നും സച്ചിയേട്ടൻ്റെ അമ്മയെ അറിയിച്ചിട്ടില്ല. അത്രയും നല്ല മനസ്സുള്ള ആളാണ് സച്ചിയേട്ടൻ. അതുകൊണ്ട് ഇനി ഒരിക്കലും എനിക്ക് സച്ചിയേട്ടനോട് അങ്ങനെ ഒരു വെറുത്ത ഭാവം കാണിക്കാനായിട്ട് കഴിയില്ല ആൻ്റണി ചേട്ടാ എന്ന് പറയുമ്പോൾ ആൻ്റണിക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ആൻ്റണി പറയുന്നുണ്ട്, ഓഹോ, നീ ഇപ്പോൾ നിൻ്റെ അളിയനുമായിട്ടപ്പോൾ നല്ല ബന്ധത്തിലായോ? ഞാൻ നിന്നെ സഹായിച്ചതൊക്കെ വെറുതെ ആയോ ശരത്തെ എന്ന് പറയുമ്പോൾ ശരത്ത് പറയുന്നുണ്ട്, അയ്യോ ആൻ്റണി ചേട്ടാ, അങ്ങനെയല്ല, സച്ചിയേട്ടനുമായിട്ട് ഇനി എനിക്ക് അങ്ങനെ അടിപിടി കൂടാനൊന്നും വയ്യ. ആൻ്റണി ചേട്ടനുമായിട്ട് ഞാൻ നല്ല സൗഹൃദത്തിലായിരിക്കും. ആൻ്റണി ചേട്ടൻ്റെ കൂടെ തന്നെയായിരിക്കും ഞാൻ ഇനിയും ജോലിക്ക് വരുന്നത്. എന്നിട്ട് നമ്മുടെ ശരത്ത് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ആൻ്റണിക്കാണെങ്കിൽ ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല. കടിച്ചമർത്തി വെച്ചിട്ട് സംസാരിക്കുന്നുണ്ട്. അവൻ പറഞ്ഞത് കേട്ടോടാ, ഇത്രയും നാളും അവൻ എൻ്റെ ചിലവിൽ കഴിഞ്ഞിട്ട് ഇപ്പോൾ അവൻ്റെ സച്ചിയേട്ടൻ മതിയത്രേ, അവനെയൊക്കെ വിശ്വസിച്ച് എന്നെ വേണം പറയാൻ എന്ന് പറയുമ്പോൾ ആൻ്റണിയുടെ ഗുണ്ടകൾ പറയുന്നുണ്ട്, ആൻ്റണി നീ എന്തിനാടാ അവനെ ഇങ്ങനെ സ്നേഹിക്കുന്നത്, അവനെ കൊണ്ട് ഈ ഓരോന്ന് ചെയ്യിപ്പിക്കുന്നത്, അവൻ പോണെങ്കിൽ പോട്ടെ, നമുക്ക് നമ്മൾ മതിയല്ലോടാ എന്ന് പറയുന്ന സമയത്ത് ആൻ്റണി പറയുന്നുണ്ട്, ഒന്നും മിണ്ടാതിരിക്കടാ, നിനക്കൊന്നും അറിഞ്ഞില്ല ഞാൻ എന്തിനാ അവനെ കൂടെ കൂട്ടിയെന്ന്. ആ സച്ചിയെയും രേവതിയും തമ്മിൽ പിരിക്കാനാണ് ഞാൻ അവനെ കൂടെ കൂട്ടിയത്. ഇവർ 3 പേരും ചേരുകയാണെങ്കിൽ കുറച്ചുകൂടെ ശക്തിയാവും, ആ സച്ചിക്കും രേവതിക്കും കുറച്ചുകൂടെ അഹങ്കാരമാവും. അതുകൊണ്ട് ഒരിക്കലും ഞാൻ ഇവരെ 3 പേരെയും ഒരുമിപ്പിക്കാൻ സമ്മതിക്കില്ലടാ. എന്തായാലും അങ്ങനെ ഞാൻ ശരത്തിനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയുകയാണ്. അങ്ങനെ ആ ഒരു കാര്യമൊക്കെ അവിടെ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മുടെ രേവതി പൂവും കൊണ്ട് ഇറങ്ങുന്നുണ്ട്. പൂ കൊണ്ട് ഇറങ്ങിയ സമയത്ത് നമ്മുടെ ആൻ്റണി വഴിക്ക് വെച്ച് രേവതിയെ കാണുകയാണ്. ആ സമയത്ത് ആൻ്റണിയുടെ മനസ്സിൽ മുഴുവൻ തലേ ദിവസം രേവതി പറഞ്ഞ ഓരോ വാക്കുകളും ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ആൻ്റണിക്കൊക്കെ ദേഷ്യം സഹിക്കാൻ വയ്യാതെ അടുത്തിരിക്കുന്ന ആളോട് പറയുന്നുണ്ട്, എടാ അതാ രേവതി പോകുന്നുണ്ട്, അവളെ ഇപ്പോൾ ഒരു ജസ്റ്റ് ഒന്ന് നമ്മുടെ ഈ വണ്ടി കൊണ്ട് തട്ടിയാൽ മതി, അവളിപ്പോൾ തെറിച്ച് വീട്, അവളുടെ കഥ ഇവിടെ കഴിയും. അവൾ മരിക്കുകയാണെങ്കിൽ ആ സച്ചിയും ആകപ്പാടെ ഇല്ലാതാവും, പിന്നെ അവൻ എന്നോട് യുദ്ധത്തിന് വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യം സഹിക്കാൻ പറ്റാതെ നമ്മുടെ രേവതിയുടെ വണ്ടിയുടെ സൈഡിൽ കൊണ്ട് ആൻ്റണിയുടെ വണ്ടി കൊണ്ട് തട്ടുകയാണ്. രേവതി ആ ഒരു ആഘാതത്തിൽ തെറിച്ചങ്ങ് റോഡിൽ വീഴുന്നുണ്ട്. വീണ് ഫോൺ ഒരു സൈഡിലോട്ടും രേവതി ബ്ലഡിൽ കുളിച്ച് കിടക്കുകയാണ്. ആ സമയത്ത് വണ്ടി നിർത്താതെ ആൻ്റണി അങ്ങ് പോകുന്നുണ്ട്. ഇത് കണ്ടുവന്ന ഒരു വഴിപോക്കനാണ് നമ്മുടെ രേവതിയെ പെട്ടെന്ന് എടുത്തും ആ ഫോൺ ഓടിച്ചെന്ന് എടുത്തിട്ട് രേവതിയെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നാക്കുകയും ആ ഫോണിൽ ആദ്യം കിടന്നത് നമ്മുടെ സച്ചിയുടെ നമ്പറാണ്. പക്ഷേ സച്ചിയെ അയാൾ വിളിക്കുന്ന സമയത്ത് കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതിനു മുമ്പേ നമ്മുടെ രേവതിയുടെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ അമ്മ എന്ന് സേവ് ചെയ്തിട്ടിരിക്കുന്നത് കണ്ടിട്ട് അയാൾ പെട്ടെന്ന് രേവതിയുടെ അമ്മയെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മി ഓടി വന്ന് ഫോൺ എടുത്തിട്ട് ചോദിക്കുന്നുണ്ട്, ഹലോ ആരാ, മനസ്സിലായില്ലല്ലോ എന്ന് പറയുന്ന സമയത്ത് ഇത് ഞാൻ ഈ ഫോണിൽ കണ്ട നമ്പറിൽ വിളിക്കുന്നതാണ്, നിങ്ങളുടെ മോക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റി ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിച്ചിട്ടുണ്ട്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ ഹോസ്പിറ്റലിൽ വരണമെന്ന് പറഞ്ഞ് അവരുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കാണെങ്കിൽ എന്ത് പറയണമെന്ന് അറിഞ്ഞുകൂടാതെ ആ ഒരു ഷോക്കിൽ ഇങ്ങനെ നിന്ന് കരയുകയാണ്. അപ്പോൾ ഏത് ഹോസ്പിറ്റലിലാണ് എന്ന് ചോദിക്കുമ്പോൾ അയാൾ ആ ഹോസ്പിറ്റലിൻ്റെ പേര് പറയുന്നുണ്ട്. ശരി, ഞാൻ എത്രയും പെട്ടെന്ന് അവിടെ എത്തിക്കോളാം എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി ഉടനെ ഫോൺ കട്ട് ചെയ്ത് നമ്മുടെ രവീന്ദ്രനെ വിളിക്കുന്നുണ്ട്. രവീന്ദ്രനെ അല്ല വിളിച്ചത്, വീട്ടിലോട്ട് വിളിച്ച സമയത്ത് ഫോൺ എടുത്തത് രവീന്ദ്രനാണ്. അപ്പോൾ രവീന്ദ്രനോട് പറയുന്നുണ്ട്, രവിയേട്ടാ എന്ന് വിളിച്ച സമയത്ത് തന്നെ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താ ലക്ഷ്മി, എന്ത് പറ്റി നീ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് കേൾക്കുമ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, രവിയേട്ടാ അത് നമ്മുടെ രേവതിക്ക് എന്തോ ആക്സിഡൻറ്റ് പറ്റി, അത് രേവതി ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്, അവിടെ നിന്ന് ഒരാൾ ഫോൺ ചെയ്ത് പറഞ്ഞതാണ് എത്രയും പെട്ടെന്ന് രവിയേട്ടാ അങ്ങോട്ട് പോകണം എന്ന് പറയുന്ന സമയത്ത് രവീന്ദ്രൻ പറയുന്നുണ്ട്, ശരി നിങ്ങൾ തനിയെ പോണ്ട, ഞാനും കൂടെ വരാം, നിങ്ങൾ റെഡിയായി നിൽക്ക്, ഞാൻ വണ്ടിയുമായിട്ട് വരാം എന്ന് പറയുകയാണ്. അങ്ങനെ രവീന്ദ്രൻ പെട്ടെന്ന് റെഡിയായി ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ ചന്ദ്ര കേൾക്കുന്നുണ്ട്, നിങ്ങൾ എന്തേ രവിയേട്ടാ നിങ്ങൾ ഇത്രയും പെട്ടെന്ന് ഇത് എവിടേക്കാണ് ഇങ്ങനെ ഓടുന്നത്, ധൃതി പിടിച്ചിട്ട് നിങ്ങൾ ഇത്രയും വെപ്രാളത്തിൽ ഓടുന്നത് ഞാൻ ഇതിനു മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ലല്ലോ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ രവീന്ദ്രൻ പറയുന്നുണ്ട്, അത് ചന്ദ്ര നമ്മുടെ രേവതി മോക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റി, അവൾ കുറച്ച് സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്, ഇപ്പോൾ ലക്ഷ്മിയെ എന്നെ ഫോൺ ചെയ്ത് വിവരം പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ ഓടി അങ്ങോട്ട് പോകുന്നുണ്ട്
എന്ന് പറയുമ്പോൾ, ഓ ആ പൂ കെട്ടുന്നവൾക്ക് ആക്സിഡൻറ്റ് പറ്റിയെന്ന് പറഞ്ഞിട്ടാണോ രവിയേട്ടാ നിങ്ങൾ ഇങ്ങനെ വെപ്രാളം പിടിച്ച് ഓടുന്നത് എന്ന് പറയുമ്പോൾ, രവീന്ദ്രന് നമ്മുടെ രേവതിക്ക് ആക്സിഡൻറ്റ് പറ്റിയതിൻ്റെ ആ ഒരു ടെൻഷനും ചന്ദ്രയുടെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്ത ഒരു മാനസികാവസ്ഥയിൽ നിൽക്കുകയാണ്. എന്നിട്ട് രവീന്ദ്രൻ പറയുന്നുണ്ട്, ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലായതുകൊണ്ട് ഞാൻ നിന്നെ തല്ലുന്നില്ല, നീ കയറി പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ പെട്ടെന്ന് ലക്ഷ്മിയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, പിന്നെ ഇപ്പോൾ ചെറിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട്, അങ്ങനെ കിടക്കുന്നുണ്ട് എന്നൊക്കെ. ആ സമയത്ത് നമ്മുടെ രവീന്ദ്രൻ 2-3 പ്രാവശ്യം സച്ചിയെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നെങ്കിലും സച്ചി ഫോൺ എടുക്കുന്നില്ല. കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് സച്ചി തിരിച്ച് വിളിക്കുന്നത്. എന്താ അച്ഛാ, എന്താ പെട്ടെന്ന് വിളിച്ചത് എന്നൊക്കെ. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ നിന്നെ എത്ര പ്രാവശ്യം വിളിച്ചടാ, നീ എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, അച്ഛാ അത് ഞാൻ ഒരു ഓട്ടത്തിലായിരുന്നത് കൊണ്ടാണ് എനിക്ക് ഫോൺ എടുക്കാൻ പറ്റാത്തത്. എന്താ അച്ഛാ കാര്യം എന്ന് പറയുമ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, അത് മോനെ ഞാനിപ്പോൾ ഹോസ്പിറ്റലിലാടാ എന്ന് പറയുമ്പോൾ സച്ചി പെട്ടെന്ന് ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛാ, എന്ത് പറ്റി, അച്ഛൻ എന്തെങ്കിലും സുഖമില്ലാത്തതാണോ എന്ന് പറയുമ്പോൾ രവീന്ദ്രൻ പറയുകയാണ്, ഇല്ല, പിന്നെ എന്താ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റുമോ? അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, അല്ലടാ മോനെ, അത് ഇപ്പോൾ ആക്സിഡൻ്റ് ഉണ്ടായത് നമ്മുടെ രേവതിക്കാണ്, അവൾക്ക് കുറച്ച് സീരിയസ് ആണ്, നീ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് വാ എന്ന് പറയുമ്പോൾ തന്നെ ആകെ ഷോക്കായി നിൽക്കുന്നുണ്ട് നമ്മുടെ സച്ചി. കണ്ണൊക്കെ നിറഞ്ഞ് എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു അവസ്ഥയിലാണ്. പെട്ടെന്ന് തന്നെ സച്ചി കാറെടുത്ത് ഹോസ്പിറ്റലിലേക്ക് ഓടി വന്ന് കയറുകയാണ്. എന്നിട്ട് രവീന്ദ്രനെ പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, അച്ഛാ എൻ്റെ രേവതിക്ക് എന്താ അച്ഛാ പറ്റിയത്, അവൾ എന്ത് പറ്റി? രാവിലെ അവൾ സന്തോഷത്തോടെ പൂ കൊണ്ട് പോകുന്നത് കണ്ടിട്ടാണല്ലോ അച്ഛാ ഞാനും ഓട്ടത്തിലോട്ട് ഇറങ്ങിയത്. അവളെ വണ്ടിയിൽ കൊണ്ടുവന്ന് ആരാ അച്ഛാ ഈ വണ്ടി ഇടിച്ചത്, അവരാണോ ഹോസ്പിറ്റലിലോട്ട് എത്തിച്ചത് എന്നൊക്കെ പറയുമ്പോൾ രവീന്ദ്രൻ സച്ചി ആശ്വാസപ്പെടുത്തുകയാണ്, മോനെ നീ പേടിക്കാതാടാ, അവൾക്ക് ഒരു കുഴപ്പവും വരില്ല, അവൾക്ക് ഇപ്പോൾ ചെറിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞു, ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞ് അവളെ കണ്ട് സംസാരിക്കാം എന്ന് പറയുമ്പോൾ ഡോക്ടർ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. ഡോക്ടറിനോട് ഓടി ചെന്ന് നമ്മുടെ സച്ചി ചോദിക്കുന്നുണ്ട്, ഡോക്ടർ എന്താ പറ്റിയത് എൻ്റെ രേവതിക്ക്, ഇപ്പോൾ എങ്ങനെയാണ് ഡോക്ടർ, അവളെ കയറി കാണാനൊന്ന് സാധിക്കുമോ ഡോക്ടർ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ഇല്ല, എന്തായാലും ഇപ്പോൾ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതേ ഉള്ളൂ, 24 മണിക്കൂർ കഴിഞ്ഞ് എന്തെങ്കിലും പറയാം. അത് കേൾക്കുന്നതും രവീന്ദ്രനും ലക്ഷ്മിയും ദേവവും സച്ചിയും ഒക്കെ ആകെപ്പാടെ വിഷമത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ചെമ്പനീർ പൂവിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങളുമായി ഉടനെ കാണും വരയ്ക്കും നന്ദി.